ഹായ് ഗായ്സ്, ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് 10th കഴിഞ്ഞാൽ +1 +2 ഏത് സബ്ജക്റ്റ് എടുക്കണം. +2 കഴിഞ്ഞാലോ എൻജിനീയറിംഗിന് പോകണോ, MBBSന് പോകണോ, അതോ വേറെ ഏതെങ്കിലും ഡിഗ്രി എടുത്ത് പഠിക്കണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. It's me Safna Fathima and you're watching The Casual Observer. Okay guys, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് 10th കഴിഞ്ഞാൽ +1 +2 സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, അതോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ? മാർക്കുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ജസ്റ്റ് 10th പാസ്സായവർ പോലും ആഗ്രഹിക്കുന്ന ഒന്നാണ് +1 സയൻസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന്. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം. അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ സയൻസ് എടുത്തു, കൊമേഴ്സ് എടുത്തു, അതുകൊണ്ട് ഞാനും അത് തന്നെ എടുക്കാം. എന്നാലും ഹ്യൂമാനിറ്റീസ് വേണ്ട, അത് മോശമാണ്, ഒട്ടും മാർക്കില്ലാത്തവരാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ ഒരിക്കലും നമ്മളത് ചെയ്യരുത്. മറ്റൊരാൾ ഏത് സബ്ജക്റ്റോ എടുത്തോട്ടെ, എന്നാൽ അത് കണ്ട് നമ്മളും എടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ കിട്ടുന്ന സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം എന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുക, ഞാൻ ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് സബ്ജക്റ്റ് എടുത്താലാണ് എനിക്ക് നന്നായി പഠിക്കാൻ കഴിയുക, എന്താണ് എൻ്റെ എയിം, ഇതൊക്കെ മുന്നിൽ കണ്ട് നമ്മൾ തീരുമാനിക്കുക. എനിക്ക് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന്. എന്നിട്ട് കോൺഫിഡൻ്റ് ആയി മുന്നോട്ട് പോവുക. അത് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും. ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർ ഒട്ടും പഠിക്കാത്തവർ ആണ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ശരിക്കും അവരാണ് ലൈഫിൽ ലക്ഷ്യം മുന്നോട്ട് വെച്ച് പഠിക്കുന്നവർ. ഓരോരോ സബ്ജക്റ്റ് എടുക്കുന്നവർക്കും ഓരോരോ ലക്ഷ്യങ്ങൾ കാണും. ആ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. +2 കഴിഞ്ഞാൽ അടുത്ത് നേരിടാൻ പോകുന്ന പ്രശ്നമാണ് എൻജിനീയറിംഗ് ഓർ MBBS ഓർ എനി അതർ ഡിഗ്രീസ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ എൻജിനീയറിന് പോകുന്നവരെല്ലാം എൻജിനീയർ ആകണമെന്നില്ല, MBBSന് പോകുന്നവരെല്ലാം ഡോക്ടർ ആകണമെന്നില്ല, മറ്റ് ഡിഗ്രികൾ എടുക്കുന്നവർ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ പഠിക്കുക ഒരു ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുക, അല്ലാതെ കുറേ ഡിഗ്രി ഉണ്ടായിട്ടൊന്നും ഈ കാലത്ത് യാതൊരു കാര്യവും ഇല്ല. എൻജിനീയറിംഗ് കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും ഒക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ് ജോലി. അവർ അവസാന ശ്രമം എന്ന രീതിയിൽ വരുന്നത് അതിലേക്കാണ്, PSC പഠിക്കാമെന്ന്. അവസാന ശ്രമം എന്ന രീതിയിലാണ് പല വിദ്യാർത്ഥികളും PSCയെ കാണുന്നത്. അത് ഒരു നല്ല ലക്ഷണമല്ല. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവർ ആണ് എങ്കിൽ, ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: +2 കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ഇറങ്ങുക PSC ലക്ഷ്യം വെച്ച്. ഡിഗ്രി എടുക്കുന്ന ഒരാൾക്ക് BCom ആണെങ്കിലും BBA ആണെങ്കിലും ഏതുമായിക്കോട്ടെ 3 വർഷമാണ് അവരുടെ മുന്നിൽ ഉള്ളത്. ഈ 3 വർഷം കഷ്ടപ്പെട്ട് PSCക്ക് വേണ്ടി ഒന്ന് പഠിച്ചു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സർക്കാർ ജോലി അച്ചീവ് ചെയ്യാൻ കഴിയും. ഈ 3 വർഷം കഴിയുമ്പോൾ ഒരു ഡിഗ്രി മാത്രമല്ല, ഒരു സർക്കാർ ജോലി കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ 3 വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മറിച്ച് ഈ 3 വർഷം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമായ സർക്കാർ ജോലി നിങ്ങൾക്ക് നേടാൻ കഴിയും. നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനുമൊക്കെ ഒരുപാട് പേർ കാണും. അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളുടെ ലക്ഷ്യം മുന്നിൽ കണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, see you friends. This is Safna Fathima signing off.